ഹായ് ഫ്രണ്ട്സ്, ഗോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇന്നിത് തയ്യാറാക്കുന്നത് ഞാനല്ല, എൻ്റെ അനിയനാണ്. ഇതിനു വേണ്ടി 4 കിലോ പോർക്കാണ് മേടിച്ചിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്പിയെടുത്തു. അതിനുശേഷം കുക്കറിൽ ഒട്ടും വെള്ളമൊഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം പുതിയ ഉരുളി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുക എന്നതും കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഒരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ചധികം തേങ്ങാക്കൊത്ത്, കനം കുറച്ചരിഞ്ഞതും, വറ്റൽമുളക്, വേപ്പിലയിട്ട് നന്നായിട്ട് നമുക്ക് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം. അനിയൻ വർക്ക് ചെയ്യണത് കുവൈറ്റിൽ മിലിറ്ററിയിലാണ്. അപ്പോൾ അവൻ കുറേ നാളത്തിന് ശേഷം വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ശനി ഞായറും മുടക്ക് കിട്ടുമ്പോൾ വരും. അപ്പോൾ ഇതുപോലെ അവൻ നല്ല നല്ല സ്പെഷ്യൽ സാധനങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി തരും. അത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. ഒക്കെ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കും ഞാനും അനിയത്തിയും. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത ശേഷം നമുക്കതിലേക്ക് ഒരു 5 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് വഴറ്റി നല്ല ബ്രൗൺ നിറത്തിലാവണം. ബ്രൗൺ നിറത്തിലായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. സവാള ഇട്ടതിനൊപ്പം തന്നെ നമുക്കൊരു 5-8 പച്ചമുളക്, നാടൻ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അത് ഞാൻ പറയാൻ മറന്നുപോയി, അതും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചേ നമ്മൾ ചേർക്കണുള്ളൂ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്കിതിന് എരിവിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാനുണ്ട്. അവൻ പറയണ പോർക്കിന് ഏറ്റവും ബെസ്റ്റ്, ഓരോന്നിനും ഓരോ കോമ്പിനേഷൻസ് അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ പോർക്കിന് ബെസ്റ്റ് കോമ്പിനേഷൻ കുരുമുളക് പൊടിയാണ്. മസാലയൊക്കെ വഴറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം തന്നെ ഇല്ല. നന്നായിട്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് ബാക്കി ലാസ്റ്റ് ഇടാമെന്നാണ് പറഞ്ഞത്. കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. 2 വലിയ തക്കാളിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായി വരണം. കാരണം എന്നാലേ നമുക്ക് വിചാരിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ചാറ് കുഴമ്പ് പരുവത്തിലല്ല ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്, നല്ല ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു. പോർക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, പക്ഷെ കുറച്ച് ഒരു സ്വല്പേ വെള്ളം ഉണ്ടായുള്ളൂ. അത് നമ്മളിതിലേക്ക് ഊറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് പോർക്ക് വെന്തത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്രാവശ്യം പോർക്ക് വാങ്ങിയതിൽ ഒരുപാട് മാംസം തന്നെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. മറ്റു നെയ് കഷ്ണങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ പോർക്ക് ഡ്രൈ ഫ്രൈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റം തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പോർക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോർക്ക് ഫ്രൈ റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. പത്തിരിയാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് പണികളിലേക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടാക്കണ സ്മെല്ല് കേട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം റെഡിയായോ എന്നറിയാൻ. അങ്ങനെ ലാസ്റ്റ് മിനുക്ക് പണിയിലേക്കാണ് നമ്മൾ. ആദ്യം കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഗരം മസാല ലാസ്റ്റ് ഇട്ടു. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുരുമുളക് പൊടി തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതൊരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഒട്ടും ഉടയാത്ത രീതിയിൽ തന്നെ വേണം പതുക്കെ മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് വേറിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഏറ്റവും ലാസ്റ്റ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കളിയുടെ ഇടയിൽ നിന്നും ഒരാൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ ഈ ഫ്രൈ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, എന്നാലും ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഇടയിൽ കൂടെ ഒന്ന് വന്നതാണ്. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കളിക്കുന്നതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ധൃതി പിടിച്ചത് കഴിക്കാനും പറ്റണില്ല. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പത്തിരിയുടെ കൂടെ കൊടുക്കാനായിട്ട് അവളോട് പറയാണ്.